ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലേയിലാണ്. ലേയിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആരായിരുന്നത്? പോൾ. അതെ, നമ്മൾ വരുന്നേക്ക് ഒരു പോൾ എന്ന് പറഞ്ഞൊരു വണ്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പ്രസ് ഒക്കെ എടുത്തൊരു ജെറ്റ് വിടുന്ന പോലെ കിട്ടുന്ന ഒരു വണ്ടിയായിരുന്നു. നമ്മളപ്പോൾ കമ്പനിയൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ലേയിൽ വന്നാൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പുള്ളിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു സാധനം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോനകത്തേക്ക് സ്വാഗതം. നമ്മളിതാ ഇവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പോൾ ബ്രോ നമുക്ക് സെറ്റാക്കി തന്നാ ഇവിടെ മൊത്തം. നമ്മൾ എവിടെ അടിച്ച് നോക്കി ഇതിൻ്റെ ബേക്കിൽ കാണുന്നതാണ് ആപ്പിളിൻ്റെ മരങ്ങൾ. ആപ്പിളിൻ്റെ കുറേ മരങ്ങളുണ്ട്. അവിടെയൊക്കെ ആപ്പിളിൻ്റെ മരമുണ്ട്. അതുപോലെ അപ്പുറ സൈഡിലും ആപ്പിളിൻ്റെ മരമുണ്ട്. എല്ലാ സ്ഥലത്തും ആപ്പിളിൻ്റെ മരമാണ്. നല്ല സെറ്റ് ആപ്പിളാട്ടോ. തിന്നാൻ പറ്റിയ ആപ്പിളാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറേ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നിലത്ത് വീണിട്ടുണ്ട്. അവർ യൂസ് ചെയ്യാത്ത ആപ്പിളാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കണ്ടാൽ നമ്മൾ മനസ്സിലാവും. ഇഷ്ടംപോലെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ആപ്പിൾ കഴിക്കുന്നത്. അല്ലാണ്ട് പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പുള്ളി നമ്മളോട് എന്താ പറഞ്ഞത്? നല്ല രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പുള്ളിയുടെ സ്വഭാവം മാറുന്നു. ഞങ്ങൾ മാഗിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബൂട്ടാൻ ഗ്യാസൊക്കെ തീരാറായി. മാഗി ഉണ്ടാക്കി സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. വേസ്റ്റൊക്കെ നമ്മളൊരു സ്ഥലത്ത് വെക്കും കേട്ടോ. വേസ്റ്റൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ കളയാനാണ് പ്ലാന്. ടെൻ്റൊക്കെ അടിച്ച് സെറ്റായി. ആ വീട്ടുകാർ നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വെള്ളം തന്നു. അതുപോലെ തന്നെ വേറെ നടന്നാൽ നമുക്ക് ചായ തന്നു. ഇനി എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരുന്നു വിചാരിക്കുന്നു. ഇനി പാത്രത്തിനടുത്ത് പോയിട്ടുണ്ട് പിന്നാലെ തന്നെ. ഇനി അവൻ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സെറ്റാവും. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ. അതായത് വീട്ടുകാർ നമുക്ക് ചിക്കൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി സെറ്റാക്കണം. അവൻ വലിയൊരു പാത്രമായിട്ട് വരുന്നുണ്ട്. ഇത് എങ്ങനെ തിളപ്പിക്കാനാണെന്ന് അറിയില്ല. നമുക്ക് കല്ല് വെച്ച് ഉണ്ടാക്കേണ്ടി വരും. അത് കല്ല് വെച്ച് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് വിശക്കുമ്പോൾ ഇഷ്ടംപോലെ സാധനം ഉണ്ട് ഇവിടെ. അത് നമുക്ക് ചെറുതായിട്ടൊന്നും ഉണ്ടാക്കാം. അത് ചോദിച്ചിട്ടുണ്ടാക്കാം കേട്ടോ. നമ്മൾ ആപ്പിൾ ഇഷ്ടംപോലെ തിന്നാം. അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്താടാ അതെടുക്കാം. പക്ഷേ എടാ അവരോട് ചോദിക്കണം ആദ്യം. അലൂമിനിയം ഇത് കുറച്ചുകൂടി നല്ലതാണ്. ഇത് പെട്ടെന്ന് ചൂട് പിടിക്കും. ഇത് കുറച്ച് വലുതായി പോയി. ഏതാ വേണ്ടത്? വലുതാൻ വേണ്ടി നമുക്ക്. ആ പക്ഷെ എന്താ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ച് ചൂടാക്കാനേ പറ്റുള്ളൂ അല്ലേ? ഇത് എന്നാ മറ്റേ ഇതാക്കണ്ട. ഇല്ല ഇതെടുക്കാം. ഇതിനകത്ത് അങ്ങനെ കറ പിടിക്കൂലടാ. അത് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്താൽ മതി. എന്തായാലും വാങ്ങാൻ പോയതല്ലേ. നമ്മടാ നോട്ടെ മോന്നോട്ടെ ഇങ്ങോട്ട് നോക്കിയേ. സിരി വരുന്നുണ്ട് സേട്ടന്. സിരി വരുന്നുണ്ട് സേട്ടന്. നോക്ക് അവൻ മൈൻഡൊക്കെ നോക്കിയോ നോക്കുന്നത്. എൻ്റെ മോനെ നല്ല പീസ്ഫുൾ ഏരിയ. ഇനി പുള്ളി വന്നിട്ട് ചോദിക്കണം ക്യാമ്പ് ഫയർ ഇടാൻ പറ്റുമോ ഇല്ലയെന്ന്. പറ്റൂലെങ്കിൽ നോ പ്രോബ്ലം. ഇടാൻ പറ്റുകയാണെങ്കിൽ സെറ്റായിരിക്കും. മേഗി ഉണ്ടാക്കി സെറ്റായിക്കൊണ്ടിരിക്കുക. നമ്മളെ ക്യാമ്പ് അടിച്ചു നോക്കിക്കേ. ആപ്പിൾ മാറ്റിൻ്റെ ഡെയിൽ. പിന്നെ 2 ഇപ്പുറത്തുമുണ്ട്. ഇവിടെ വെള്ളം കയറിക്കണമെങ്കിൽ ആ സീനുണ്ട്. പക്ഷേ വെയിലിപ്പം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. വേറെ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് മാഗി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് തിന്നാം. എന്നിട്ട് തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ മേഗി തിന്ന മിന്നാജിനെ നിങ്ങൾ കണ്ടോ? ഇതായി പാത്രം നിറച്ച് മേഗിയാട്ടോ. ഇതാ അടിച്ച് മാറുക. അമ്പടാ വേർത്തിന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള പരിപാടിയാണ്. ഇതിന് ടെൻറ്റിൻ്റെ ഉള്ളിലെ പരിപാടി കേട്ടോ. പ്ലേറ്റ് നിറച്ച് മേഗിയൊക്കെ ഉണ്ട്. എനിക്ക് മാത്രം ഇല്ല ഗായ്സ്. എനിക്ക് മാത്രം മേഗി ഇല്ല. ഇവർ തിന്നു കഴിഞ്ഞ് വേണം എനിക്ക് ഉണ്ടാക്കാൻ. ഒറ്റ പാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ഇതാ ഇവരെ സ്ഥലത്താട്ടോ. आपका नाम क्या है? सोनम. सोनम. आपका नाम क्या है? स्तंजिन. നമ്മൾ പോൾ ബ്രോയുടെ റിലേറ്റീവ്സ്. നെഫ്യൂ. അപ്പോൾ അവരെ സ്ഥലത്താണ് നിൽക്കുന്നത്. आपका पूरा प्लेस आपका है ना? ഇവിടെ അതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ സ്ഥലത്തുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ അല്ലാണ്ട് നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇപ്പോൾ എനിക്ക് ബേക്കിലൊക്കെ ഇവിടെ ആപ്പിൾ തോട്ടമുണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു വേറെ വീഡിയോനകത്ത്. ഇത് നമുക്ക് നല്ല ഹെൽപ്പായിരുന്നു ഇവിടെ ടെൻ്റ് അടിക്കുന്ന സമയത്ത് തന്നെ. നമ്മളിപ്പോൾ 3ാമത്തെ ദിവസമാട്ടോ ഇവിടെ തന്നെ. അതായത് നമ്മളിവിടെ വന്നിട്ട് ഇപ്പം കറക്റ്റ് 3 പകലായി. ഇന്ന് രാത്രി കൊണ്ട് അയക്കണമെങ്കിൽ 1 2 3 രാത്രിയാകും. എന്നിട്ട് നാളെ രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകും. കാർട്ടൂണിലേക്കിലാണ് പോകുന്നത്. ഇവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ. ഇത് എടുത്തിട്ട് നമ്മൾ ഉണക്കും. പഴുത്ത സാധനം എടുത്തിട്ട് ഉണക്കിയിട്ട് അത് ഡ്രൈ ഫ്രൂട്ടായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാട്ടോ ഇത്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ സാധനമുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ചോറും അതുപോലെ തന്നെ മുട്ടക്കറിയൊക്കെ ആയിരുന്നു തിന്നത്. അത് ഉണ്ടാക്കാൻ സഹായിച്ചതാ ഈ വീട്ടിലുള്ള ഒരു പെണ്ണാണ്. ഈ വീട്ടിലുള്ള ഇവർ നമ്മളടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷം
ഒരു എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു, ചോറ് തിന്നൊക്കെ ചോദിച്ചു, ആന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങൾ അവരോട് ചോദിച്ചു, അരി വാങ്ങിച്ചുതരാം, മുട്ടയും വാങ്ങിച്ചുതരാം, എന്നിട്ട് അവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു പെണ്ണും പിന്നെ അവരെ സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അവരും കൂടി എടുത്തോട്ടെ, കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് തിന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് തിന്നാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയായി, പരിപാടി ഇല്ല, ചാർജൊക്കെ ചെയ്താൻ പറ്റിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി തിന്നണം. ഇത് നമ്മൾ നിന്ന വീട്ടുകാരെ കൃഷിയുടെ കേട്ടോ, നല്ല അടിപൊളിയല്ലേ. ഇതിൻ്റെ ഇലയില്ലേ, ഇതിൻ്റെ ഇല ഇത് സബ്ജി ഉണ്ടാക്കാൻ യൂസ് ചെയ്തത്, അതായത് നമ്മളെ ഉപ്പേരിയല്ല, പക്ഷേ കറി പോലത്തൊരു സാധനം അതാട്ടോ. അതുപോലെ ഇത് നമ്മളെ കാബേജും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് മറ്റേ ക്യാരറ്റിൻ്റെ വേറെ സാധനമുണ്ട്, ഒരു വെള്ള നിറത്തിലുണ്ടാവും, ആ സാധനമാണിത്. അതുപോലെ ഇത് ക്യാരറ്റിൻ്റെ കേട്ടോ, ഇത് ഫുള്ള് ക്യാരറ്റിൻ്റെ ആണ്. രാവിലെ ക്യാരറ്റ് കൊണ്ടായിരുന്നു ഇവിടുന്ന്, ഒരു അമ്മ വന്നിട്ട് ക്യാരറ്റൊക്കെ പറിച്ചു കൊണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. അവർ വന്ന് പറിച്ച് കുറേ ഒരു കയ്യിൽ നിറച്ച് എടുത്ത് കൊണ്ടുപോകുമായിരുന്നു. നല്ല അടിപൊളി കൃഷിപ്പാടാട്ടോ. അതുപോലെ ഇവിടുത്തെ വീട്ടുകാരുടെ സ്ഥലം ഇത്, അവർക്കും ഇതുപോലെ തന്നെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മാക്സിമം റേറ്റ് കുറച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാട്ടോ ഇവിടെ മൊത്തം ഉള്ളത്. ഭയങ്കര റേറ്റ് കുറച്ചിട്ട് ജീവിക്കുന്നതാണ്. അത് ആമാർ വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല, വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വെള്ളവും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റും എത്തും. മാർക്കറ്റ് കുറച്ച് ദൂരം പോകാനുണ്ട്, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. വെള്ളം കിട്ടിയാ? കുളിക്കാൻ പോവാണോ? അവിടുന്ന് കുളിക്കുകയാണോ? അവിടുന്ന് കുളിക്കുകയാണോ? അവിടെ ആളില്ലേ? ആരുമില്ല? അറിയാൻ പാടില്ല. അവിടെ പോടാ, അങ്ങനെ ചെയ്യരുതായിരുന്നു. അതിൻ്റെ പേര് നേടാ അയ്യേ? ആപ്രിക്കോട്ട് മറന്നു. ഞാൻ ഒന്നും കൂടി വീഡിയോ എടുക്കട്ടെ. ഗൈസ്, ആപ്രിക്കോട്ടാട്ടോ ഇത്. ആപ്രിക്കോട്ടിൻ്റെ മരം ഇത് ഫുള്ള് പഴുത്ത് കിടക്കുന്നു. ഞങ്ങളൊരു കുറേ ദിവസമായി, 3 ദിവസം വന്നത്, 3 ദിവസം നിന്ന്. എത്ര കിലോ ആപ്പിൾ നടാ നീ എത്ര കിലോ ആപ്പിൾ നിന്ന്? ഇഷ്ടം പോലെ ആപ്പിൾ. ഈ മരം മൊത്തം ആപ്പിൾ. ഞങ്ങൾ തോന്നുമ്പോൾ പോയി പറിക്കുക, തിന്നുക, വേറെ ഒന്നുമില്ല. വേറെ ഇവിടെ ഇടയ്ക്കോ അത് അങ്ങനെ കളയല്ലടാ, പ്ലാസ്റ്റിക് കവറിങ്ങെടുത്തേക്ക്. പിന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല, ആപ്പിളൊന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. നമുക്കിതാ മിലിറ്ററിക്കാർ എന്ന സൂപ്പിൻ്റെ പൗഡർ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ, ടൊമാറ്റോ സൂപ്പ്. ഇത് അവനൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ടാ സാധനം? നല്ല അടിപൊളി. അവൻ നിക്കറിട്ടോണ്ട് വരുന്നുണ്ട്, അവന് സൂപ്പ് കൊടുക്കാനായിട്ടില്ല. ടൊമാറ്റോ സൂപ്പ് ഒട്ടും കൊള്ളൂല. സമയം നോക്കി വെക്കണം കക്കൂസ് പോകാനുള്ള. നമ്മളിതാ ടെൻ്റ് അടിച്ചെടുത്തുനിന്ന് കടയിലേക്ക് പോകുന്ന വയ്യാട്ടോ. അവിടെ ആ ഭാഗത്ത് നമ്മൾ ടെൻ്റ് അടിച്ചത്, അവിടെ നിന്ന് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, ഒഴുകി പോകുന്നുണ്ട്. നമ്മളിതാ വഴിക്കൂടെ നടന്ന് പോവാ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. നോക്കി നടക്കണേടാ, ഊരിപ്പോയിക്കണേ വെള്ളത്തിൽ കിടക്കും. പക്ഷേ ക്ലീൻ വെള്ളമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ഈ വെള്ളമൊക്കെ ചള്ളിയായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അന്നേരം. അതൊക്കെ ചെറിയ ചെക്കെ സൈക്കിളും പിടിച്ച് നിൽക്കുന്ന അമറൈഡ്. എന്താണ് മോനെ? ആരാണ്? അതിന്റെ മൂക്കട്ടൊക്കെ ഇരിക്കണ്ട. നീ എന്നെയും കൂടി താഴെപ്പിക്കോ? ചെക്കൻ നിങ്ങൾ സൈക്കിൾ കൊണ്ടുവരും. ചെക്കൻ സൈക്കിൾ കൊണ്ടിപ്പം വരും. ചവിട്ടിയിട്ട് വരുന്നില്ല. അതെന്തായാലും നീ മേടിച്ചു കൊടുക്കേണ്ടി വരും. യെസ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. രാവിലെ തണുപ്പ്, ഉച്ചക്ക് തണുപ്പ്, രാത്രി തണുപ്പ്, ഉറങ്ങുമ്പോഴും തണുപ്പ്, മുട്ടൻ തണുപ്പ്. ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം കാണാം. സൂര്യൻ ഇങ്ങനെ അടിക്കുന്ന നേരം ഈ മരത്തിൻ്റെ ഇലകളൊക്കെ ഒരു വേറൊരു കളറായി മാറുന്നുണ്ട്. അതാണ് പ്രത്യേകത. വൈകുന്നേരമായി, 5 മണിയായിട്ടില്ല, 4:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടയിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം രാത്രിത്തേക്ക്. അതുപോലെ തന്നെ നാളെ രാവിലെ തിന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാങ്ങിക്കണം. ജാമ് നമ്മുടെ കയ്യിലുണ്ട്. വെട്ടി കളിക്കുക. ഇതാ റൈറ്റ് ഇതാ. ആ പുള്ളി നിന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് ഇതെന്താ പോത്താണോടാ? അല്ല,
എടാ നിന്റെ മുമ്പിൽ എന്ത് സാധനം. അയ്യോ അയ്യോ അതിനോട് പോവാൻ പറ അതിനോട്. ഇങ്ങോട്ടോ നമ്മൾ ലേയിലെ ഉൾഗ്രാമങ്ങളിലൂടെ പോട്ടെ. ഇവിടുത്തെ പിള്ളേരൊക്കെ നോക്കിയേ, ഇവിടുത്തെ വീട്, അതുപോലെ ആകാശം നോക്കിയേ. ആകാശം ഇങ്ങനെ വെട്ടി നീല കളർ തിറങ്ങി. നേരത്തെ വരെ മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തണുക്കുന്നേ. വെയിലുണ്ടെന്ന് പറയുന്ന വൃത്തിയാണ് ഗൈസ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അയ്യോ, വെയിലത്ത് നിൽക്കുന്നതിനാണ് കുറച്ച് സമാധാനം കിട്ടുന്നത്. അതുവരെ നല്ല തണുപ്പാണ്. വെയിലത്ത് നിൽക്കുമ്പോൾ കുറച്ച് ചൂട് കിട്ടുന്നുണ്ട്. എൻ്റെ പേരെന്നേടാ? ആപ്രിക്കോട്ട്. എന്നോട് ഇടക്കിടക്ക് മറന്നു പോകും സാധനമൊക്കെ. ആപ്രിക്കോട്ട് ഉണ്ട്. ഇത് വേറെന്തോ ഒരു സാധനം. ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല. ആപ്രിക്കോട്ടൊക്കെ ഇഷ്ടം പോലെ തിന്ന്. ഇവിടുത്തെ വീടൊക്കെ കണ്ടോ? അവരയ്യെ മരത്തിന് കൊണ്ടുണ്ടോ കൊത്തുപണി കണ്ടോ? നല്ല പൈസ തന്നെ സാധനം കേട്ടോ. അതൊക്കെ നല്ല പൈസ ഉണ്ട്. ഇത് ചെറിയ നമ്മുടെ ലേൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഗ്രാമങ്ങളാണ് ഇത്. നമ്മൾ അധികാരം ശ്രദ്ധിക്കാതെ പോകുന്ന ഗ്രാമങ്ങളാണ് ഇതൊക്കെ. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് ഉള്ളത്, വേറൊന്നുമില്ല. നമുക്കങ്ങനെ 8ൻ്റെ പണിയിട്ടിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആണ്. ഇത് നോക്കി, മാർക്കറ്റ് മൊത്തം പൂട്ടി കിടക്കുമല്ലേ, ഫുള്ള് പൂട്ടി കിടക്കുവാണ്. അതായത് നമ്മൾ വന്ന മാർക്കറ്റ് ഫുള്ള് പൂട്ടി കിടക്കുക. നമുക്ക് താഴെ മുതൽ മുകളിൽ വരെ പൂട്ടി കിടക്കുക. അവിടെ നോക്കിയാൽ ആകാശ ക്ലൗഡ്സ് നോക്കിയേ. വാ, എന്താ ചെയ്യാമെന്നറിയില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ നോക്കാം കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. എടാ അങ്ങോട്ട് പോകണ്ട, താഴോട്ട് ചെന്ന് നോക്കാം. താഴോട്ട് പോവാം. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? പൂർത്തിയായി. നമുക്കങ്ങനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. തപ്പി നോക്കണം. ഫുള്ള് ഇവിടെ നിന്ന് ഇറങ്ങി തപ്പി നോക്കണം. ഇറങ്ങി തപ്പിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം. ചിലപ്പോൾ കിട്ടുള്ളൂ, ചാൻസ് വളരെ കുറവാ. തപ്പൻ്റെ അടുത്ത് തപ്പം ഡൈവണ് പൊക്കുന്നു. ഫുള്ള് കോട കയറി നോക്കിയ മലയിൽ നമ്മളൊക്കെ. ഇഷ്ടംപോലെ വണ്ടികൾ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കുന്ന സ്ഥലമുണ്ട്, സ്പോട്ടുണ്ട്. എല്ലാ സമയം ഇങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കും. ടിബറ്റിൻ്റെ ഫ്ലാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളെ വീട്ടിൽ കൊണ്ട് അടിക്കേണ്ടതാണ് ബസ്. ലേ ട്രാൻസ്പോർട്ടോ. ഓ, ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ മാറി. നമ്മളിവിടെ 3 ദിവസം എന്തിനാണ് നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ്റ് അടിക്കുക, നിൽക്കുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, പിന്നെ ഒന്ന് ജസ്റ്റ് മാർക്കറ്റ് വരെ പോവുക, സാധനം വാങ്ങിക്കുക, കൊണ്ടുവരിക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ മാക്സിമം സാധനം ഞങ്ങൾക്ക് മിലിറ്ററിക്കാർ തന്നായിരുന്നു. കുറേ പാക്കറ്റ് പാലും, അതുപോലെ തന്നെ മാൾട്ടോസിൻ്റെ സാധനം, പിന്നെ കുറേ 10 പാക്കറ്റ് മാഗീൻ്റെ അടുത്ത് ഞങ്ങൾക്ക് തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ക്യാമ്പിങ്ങും ചെയ്തിട്ട് സെറ്റായിട്ട് നിൽക്കുന്നത്. അതിന് മാക്സിമം പൈസ കുറച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അതായത് പൈസ വേണ്ട ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട്. നമുക്ക് എല്ലാ സാധനം കിട്ടിയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സീനും ഇല്ല. അതായത് ലേയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ചിലവെന്ന് പറഞ്ഞാൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. 100-200 അങ്ങനെ എന്തെങ്കിലേ വരുള്ളൂ മാക്സിമം വന്നാൽ. ഇപ്പോൾ 5 ദിവസമായില്ലടാ, 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചിയൊക്കെ നല്ല ചേച്ചിയായിരുന്നു, നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തുള്ളത്. അത് ഞങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അതുപോലെ ഫ്രീ ആയിട്ട് റൂമും ഫുഡും എല്ലാം തന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന്, ഇവിടെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ടോട്ടൽ 5 ദിവസം നമ്മൾ ലേയിൽ വന്ന്. ലേയിൽ 5 ദിവസം അധികം വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. അതുപോലെ ക്യാമ്പൊക്കെ അടിച്ച് ഇവിടെ ആൾക്കാരൊക്കെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.